ഒരിടക്കാലത്ത് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളെയും അതുവഴി ജനങ്ങളെയും ആഴ്ചയിൽ അഭിസംബോധന ചെയ്യുന്ന ഒരു പതിവ് കേരളത്തിലുണ്ടായിരുന്നു മുഖ്യമന്ത്രിമാർ. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. അതങ്ങ് നിർത്തി. പിന്നീട് കോവിഡ് കാലത്ത് അത് വീണ്ടും അത് തുടങ്ങി ദിവസേന എന്നോണം ആയി. അത് വീട്ടിലുള്ള നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് മുതൽ വാഴയ്ക്ക് വളവിടുന്നതും കോഴിക്കോട് അടയ്ക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ വരെയുള്ള കാര്യങ്ങൾ ആ വാർത്താ സമ്മേളനങ്ങളിൽ ഓർമ്മിപ്പിക്കപ്പെട്ടു. പിന്നീട് അധികാരത്തിലെത്തി വീണ്ടും ആ പതിവ് നിന്നു. മാധ്യമങ്ങളെ വിദേശയാത്ര കഴിഞ്ഞു വന്നാൽ 5-6 മാസം കഴിഞ്ഞ് മാത്രം കാണാൻ തുടങ്ങി. ഇപ്പൊ വീണ്ടും ആഴ്ചയിൽ ഏതാണ്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതും ഏതെങ്കിലും PR ഏജൻസി എഴുതി കൊടുത്തത് പ്രകാരമാവാനാണ് സാധ്യത. രജിത് മണിക്കർ, ഇത്തവണ തിരുവാതിരയ്ക്കുള്ള സാധ്യത കുറവാണ്. പിന്നെ ആ ബസ്സും ഉണ്ടാവില്ല. മറ്റെല്ലാ പതിവുകളും പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച, നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന യോഗങ്ങൾ, പിന്നെ നാടങ്ങും എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന മട്ടിൽ 500 എന്നുള്ളത് ഇപ്പോ വന്ന കണക്ക്. അതിനി അതാത് പാർട്ടി ഏരിയ കമ്മിറ്റികളൊക്കെ വെച്ച് കഴിയുമ്പോഴേക്ക് കേരളം മുഴുവൻ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് പിണറായി വിജയന്റെ പൂർണ്ണകായ രൂപങ്ങൾ, തല മാത്രമുള്ള ഇഷ്ടം പോലെ പ്ലക്കാർഡുകൾ, ബാനറുകൾ നിറയുകയാണ്. പിണറായി മാത്രം പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും ഇനി നാട്ടിലെ ജനങ്ങൾക്ക് കൂടി അങ്ങനെ ആക്കാനുള്ള ശ്രമമാണ്. മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ കവർ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അത് ഈ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അതിൽ വലിയ ഹൈലൈറ്റ് വേർഡായിട്ട് എഴുതി കാണിക്കുന്നത് നവകേരളം പുതുവഴികൾ എന്നാണ്. കൊല്ലത്ത് ഈ അടുത്തിടെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം സമാപിക്കുമ്പോൾ ആ സമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ തന്നെ അവതരിപ്പിച്ച പാർട്ടി രേഖയുടെ തലക്കെട്ട് തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ സംസ്ഥാന സമ്മേളനത്തിലും ഇതേപോലെ ഒരു രേഖയുണ്ടായിരുന്നു. അത് നവകേരളത്തിനായി പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന നിലയ്ക്കാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഈ അവതരിപ്പിക്കപ്പെടുന്നത് മുഴുവൻ തന്നെ അടുത്ത 25 വർഷങ്ങൾ കൊണ്ട് വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലേക്ക് കേരളത്തിനെ ഉയർത്തുക എന്നുള്ളത്. അതേ തള്ള് മുഖ്യമന്ത്രി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവർത്തിക്കുന്നുമുണ്ട്. നമ്മൾ വികസിത രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിലത്തേക്ക് നമ്മളിനി ഉടനെ തന്നെ അങ്ങ് വളരുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനെല്ലാം തന്നെ ഇവർ പറയുന്നു, ഈ പാർട്ടിയുടെ രേഖകളിൽ അടക്കം പറയുന്നത് അടിസ്ഥാന വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേരള വികസനം സാധ്യമാക്കും എന്നാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അപ്പൊ അടിസ്ഥാന വർഗത്തിന്റെ ഒരു പ്രതിനിധിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിലുള്ളത്. ആ പ്രതിനിധിയെ, അവരുടെ കോസിനെ കേരളം മുഴുവൻ അറിയും, രാജ്യം മുഴുവൻ ഇപ്പോൾ അറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുക. ചുരുക്കി പറഞ്ഞാൽ പതിവ് പോലെ ഇപ്പോൾ അബ്ജോദ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് സർക്കാരിന്റെ ചെലവിൽ നടത്തുന്ന പാർട്ടി പരിപാടിയാണ് നാളെ മുതൽ ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ PRD വഴിയാണ് ഇത് ചെലവഴിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കുറേയധികം PR ഏജൻസികൾ വേറെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സർക്കാരിന്റെ പദ്ധതികളെല്ലാം, അതിന്റെ മേന്മകളെല്ലാം ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി എന്റെ തല എന്റെ ഫുൾ ഫിഗർ പോലെയൊക്കെ സാധനങ്ങൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് 15 കോടി രൂപ, പിന്നീട് വേറെ കുറേയധികം വിലയില്ലാത്ത കോടികൾ ഇങ്ങനെ കൊണ്ടുവരുന്നത്. പക്ഷെ സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ കടം മേടിച്ച് കുടുംബം പോറ്റുന്നവൻ അവന്റെ വിവാഹ വാർഷികത്തിന് കടമെടുത്ത പൈസയ്ക്ക് നാടൊട്ടുക്ക് ഫ്ലെക്സ് വെച്ച് നാട്ടുകാരെ വിളിക്കുന്നത് പോലുള്ള ഒരു പരിപാടിയാണ്. അവന്റെ പൈസയല്ല. കേരളത്തിൽ തന്നെ വികസന പദ്ധതി എന്നൊക്കെ പറയുകയാണെങ്കിലും ഇവിടെയുള്ള ശമ്പളം കൊടുക്കാനാണെങ്കിലും പെൻഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രഖ്യാപനം വരുന്ന സമയത്ത് ബജറ്റിന്റെ ചേർന്നിട്ടുള്ള പ്രഖ്യാപനത്തിൽ നമ്മുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എല്ലാം മാറിക്കഴിഞ്ഞു എന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്യും. അങ്ങനെ പറയരുത് സർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇവരുടെ ഈ പാർട്ടി രേഖകളിൽ അടക്കം പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന വർഗത്തിന്റെ വികസനം, അതിനു വേണ്ടിയിട്ട് എത്ര പണം ചെലവഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പൈസയില്ല. 100 രൂപ പോയിട്ട് 50 രൂപ പോലും കൂട്ടാനായിട്ട് അവിടെ തയ്യാറല്ല. മറിച്ച് ഈ പ്രതിസന്ധി ഇല്ല എന്ന് പറയുന്നത് സർക്കാരിന് വേണ്ടുന്ന ചെലവ്, അല്ലെങ്കിൽ പാർട്ടി ആവശ്യത്തിന് വേണ്ടി സർക്കാരിന്റെ പേരിൽ നടത്തുന്ന പരിപാടികൾക്കുള്ള ചെലവിലാണ് ഈ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബാധിക്കുന്നത്. അത് വലിയ പ്രതിസന്ധി ഉണ്ട്, മുണ്ട് മുറുക്കി കൊടുത്ത് നമ്മൾ കഴിയണം എന്നൊക്കെ പറയുന്ന സമയത്തും ഇതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അബ്ജോദ് പറഞ്ഞില്ലേ, ഈ തിരുവാതിര ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന്. ഇപ്പൊ എന്റെ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണ്. നമ്മൾ നവകേരള സദസ്സ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ്.
ഈ 14 ജില്ലകളിൽ ഏതാണ്ട് 3 കോടി രൂപയുടെ ശീതീകരിച്ച പന്തലൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പൗരപ്രമുഖരെ കാണുക, ആൾക്കാരുമായിട്ട് സംവാദം നടത്തുക. പാലിൽ മുക്കിയ അണ്ടിപ്പരിപ്പുണ്ടോന്ന് അറിയില്ല, പക്ഷേ കുറേയധികം കാര്യങ്ങളൊക്കെ. സംവാദം എന്ന വാക്ക് ശ്രീജിത്ത് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. സംവാദമൊന്നുമില്ല. എവിടെയെങ്കിലും ആരെങ്കിലും വിയോജിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ഏത് നിലയിലാണ് അദ്ദേഹം പ്രതികരിക്കുക എന്ന് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോ ഏതെങ്കിലും അവതാരക വന്നിട്ട് എന്തെങ്കിലും പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എമ്മാതിരി കമന്റ് ആണ് വരിക എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് സംവാദം ഒന്നും നടക്കില്ല. വല്ല തിരുവാതിരക്കളിയോ സംഘഗാനമോ ഒക്കെ തന്നെ ആരെങ്കിലും ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പൊ എന്തായാലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനുള്ള ഏതാണ്ട് പദങ്ങളെല്ലാം തന്നെ എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഫീനിക്സ് ആയി, കഴുകനായി, സൂര്യനായി, കാരണഭൂതനായി, കാവലാളായി, ഇങ്ങനെയുള്ള ഏതാണ്ട് എല്ലാ വിശേഷണങ്ങളും തീർന്നു. പക്ഷേ ഇപ്പൊ ഇനി എന്തെങ്കിലും ഒരു പുതിയ വിശേഷണം വേണമെങ്കിൽ അഭിനവ നീറോ ചക്രവർത്തി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആശാസമരത്തിന്റെ ചൂടുകൊണ്ട് നഗരം മൊത്തം കത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ തമ്പുരാൻ എമ്പുരാനൊക്കെ കണ്ട് റിവ്യൂ ഇട്ട് എന്റെ രക്തമല്ലേ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ മാധ്യമങ്ങളോട് ചോദിച്ച് ഡയലോഗ് അടിച്ചിരിക്കുകയാണ്. ഞങ്ങളോടത് വേണ്ടായിരുന്നു. ആ മാണി സാറിനെയും ജോസ് കെ മാണി എന്തുമാത്രം പുലഭ്യം പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ മുന്നണി പറയാണ് പരിശുദ്ധനാണെന്ന്. മനുഷ്യനായ നാണം. ഇന്നലെ വരെ ജോസ് കെ മാണി പരിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസും UDF പറയാണ് ഇവരെ പോലെ വൃത്തികെട്ടവനില്ല, എന്നെ മുന്നിൽ ഇരിക്കുക. ഒരു ശത്രുവിനെ ആൾ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നു. മുന്നിൽ ഇരിക്കുകയാണ് ഉമ്മൻചാണ്ടി. മാണി സാറിന്റെ ആത്മാവ് പൊറുക്കില്ല, മാണി സാറിന്റെ ആത്മാവൊക്കെ പുറത്തോളും. രാഷ്ട്രീയ പാപ്പരത്തൻ ചെന്നിത്തല, ജോസിന്റെ തീരാണ് അപക്കം മുല്ലപ്പള്ളി. എന്താർത്ഥം? ഇത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ അപജയമാണ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. UDF നിൽക്കുമ്പം UDF പറയും കൊള്ളാം, UDF വിട്ട് കഴിയുമ്പോൾ അവർക്ക് മോശം. ഈ സ്വഭാവം LDF UDF മാറ്റണം. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു ജോസ് കെ മാണി എനിക്ക് വ്യക്തിയുടെ അഭിപ്രായം പറയാം. ഞാൻ പറയുന്നു, ജോസ് കെ മാണി LDFനോടൊപ്പം ചേർന്ന നടപടി ശരിയായില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. അതിന്റെ രാഷ്ട്രീയ മനസ്സം നോക്കുമ്പം അയാളെ കുറ്റപ്പെടുത്താനും ഞാനില്ല. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ 3 മാസത്തിന്റെ കാര്യം പറഞ്ഞ് ജോസഫിന്റെ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുത്ത് ജോസ് കെ മാണിയെ കേൾക്കാൻ പോലും തയ്യാറാകാതെ കോൺഗ്രസ് പാർട്ടി അയാളെ പുറത്താക്കി. അയാളെ പുറത്താക്കിയിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ വാശിയോടുകൂടി തിരിച്ചു പോയി. ആളെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? എന്തിനയാളെ പുറത്താക്കി? പുറത്താക്കുന്നതിന് മുമ്പ് ആളോട് സംസാരിക്കാനുള്ള മര്യാദ കാണിക്കേണ്ടതല്ലായിരുന്നോ? എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. ജോസ് കെ മാണി പോയ കൂട്ടത്തിൽ അത് ശരിയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്ന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്റെ പട്ടി പോവും. നിഷയെ പോലെ ഒരു കൊച്ച എന്നോട് ചോദിക്കരുത്, എന്റെ സ്വഭാവം അറിയാൻ പാടില്ലേ. ഞാൻ പറഞ്ഞല്ലോ, KM മാണി ഇതുപോലെ അപമാനിച്ച്, കോഴമാണി എന്ന് വിളിച്ച് അപമാനിച്ച് നശിപ്പിച്ച പിണറായി വിജയനെ കൊണ്ട് ഇങ്ങനെ പറയിക്കാൻ കഴിയുന്നു എന്നത് ജോസ് കെ മാണിയുടെ നേട്ടമാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നല്ലാതെ ഞാൻ അയാളുടെ വക്കാലത്തൊന്നും ഏറ്റിട്ടില്ല. എനിക്കൊരു ഔദാര്യം അയാളുടെ വേണ്ട. ഇടതുപക്ഷം മുഴുവനുമല്ലേ ഞാൻ, നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ നിഷ്പക്ഷമായ ഒരു പൊതുപ്രവർത്തനമില്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? അയാൾ ജോസ് കെ മാണി പോയത് ശരിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജോസ് കെ മാണി LDF ചേർന്ന നടപടിയിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പച്ചക്കല്ലേ പറഞ്ഞു. പക്ഷേ സാഹചര്യം കണ്ടില്ല എന്ന് വെച്ച് വിചാരിക്കാൻ പറ്റുമോ? അയാൾ UDF നിന്നപ്പോൾ അയാൾ നല്ലവൻ, LDF പോയ മോശം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.